അക്ബർ യു ആർ സേവ്ഡ്. അവിടെ ഇരുന്നോളൂ. സാധനം മാത്രമാണ് അറിഞ്ഞത്. ഞാൻ കണ്ട് ആ പാലിന്റെ അത് നിങ്ങൾ മുഖത്തെടുത്ത് ഒഴിച്ച് ഫെദർ ടച്ച് പോലെ ആയിരുന്നു. ഞാൻ കണ്ട്. അനീഷ് നിക്കണോ പോണാ? എനിക്ക് ഇരിക്കണം. എഴുന്നോളൂ. സാബുവിന്റെ പ്ലേറ്റിൽ നല്ല രീതിയിൽ കൂട്ടാനുണ്ടായിരുന്നു. ഏറ്റവും വലിയ സുഹൃത്തല്ലേ അടിയത്ത് നിൽക്കുന്നേ? അയാളെ പിടിച്ചിരുത്താൻ തോന്നുന്നുണ്ടോ? ഓ പിന്നെ തീർച്ചയായിട്ടും എഴുതിക്കോളൂ. അനീഷ് ചേട്ടനായിട്ട് എനിക്ക് ഒട്ടും കണക്ട് ആവാൻ പറ്റിയിട്ടില്ല ബിഗ് ബോസ് ഇതുവരെ ആയിട്ടും. ഇപ്പൊ ഞാൻ പുള്ളിയോട് പോയി മിണ്ടിയാലും ഒരു കണക്ഷൻ വരുന്നില്ല. ഒരു ഫോർമാലിറ്റിക്ക് മാത്രമായിരിക്കും. അല്ല അത് നിങ്ങൾക്ക് ഭയങ്കര ലൈറ്റ് ഒരു പിന്നെ പാല് വീണോണ്ടാണോ ഞാൻ അതായത് ഇനിയുള്ള 3 പേർ ഞാൻ വിചാരിച്ച ഷോക്ക് വന്നതിന്റെയാണെന്ന്. ഹലോ, ഐ എം ഗേഷ് യാദവ് മാധവ്. പലരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഷാനവാസിന് പറ്റിയത് എന്താണ്. ഇതിനോടകം തന്നെ പലരും പറഞ്ഞുണ്ടാക്കുന്നുണ്ട് ഷാനവാസിന് അറ്റാക്ക് ആയിരുന്നു, അതിന് പകരമായിട്ടാണ് നെവിനെ ലാലേട്ടൻ ശിക്ഷിച്ചത് എന്ന രീതിയിലൊക്കെ കുറേ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അതായത് ഷാനവാസിന് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന രീതിയിൽ വരുത്തി തീർക്കുന്നു. അവിടെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഷാനവാസിന് അറ്റാക്ക് ആണെന്ന് ബിഗ് ബോസോ ലാലേട്ടനോ ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഷാനവാസിന് അറ്റാക്ക് ആയിരുന്നു എന്ന് വരുത്തി തീർക്കുന്നത്? അവിടെയാണ് നമ്മൾ സംശയിക്കേണ്ടത്. പലരും ഇതിനെ വേറൊരു രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഷാനവാസിന് അറ്റാക്ക് ആണെങ്കിൽ എങ്ങനെ 2 ദിവസം കൊണ്ട് തിരിച്ചു വന്നു? അപ്പോൾ 2 ദിവസം കൊണ്ട് മാറാനുള്ള മെഡിസിനൊക്കെ കണ്ടുപിടിച്ചോ? ഇതുപോലെ വന്ന് അക്ബർ എന്ന് വിളിക്കാൻ ഷാനവാസിന് എങ്ങനെ കഴിയുന്നു? ആ സൗണ്ടിനൊന്നും അത്ര കുഴപ്പമില്ലല്ലോ, ഇപ്പോൾ നല്ലതായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഇതൊരു അറ്റാക്ക് വന്ന മനുഷ്യനാണോ? എന്ത് മെഡിസിനാണ് അവർ കൊടുത്തത്? അതൊന്ന് വെളിപ്പെടുത്താമോ എന്നുള്ള ട്രോളുകൾ ഷാനവാസിനെതിരെ നല്ല രീതിയിൽ തിരിക്കുന്നുണ്ട്. ഇതാരായിരിക്കും, ഏത് ആർമിക്കാരായിരിക്കും എന്ന് നമുക്ക് ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ. അതൊരു ബിഗ് ബോസിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ അവരെയും കുറ്റം പറയാൻ കഴിയത്തില്ല. PR വർക്കേഴ്സ് നല്ല രീതിയിൽ അങ്ങനെ തന്നെ പടച്ചു വിടും. ഒരാളെ മോശമാക്കാൻ കിട്ടുന്ന അവസരം നല്ല രീതിയിൽ ഉപയോഗിക്കും. എന്നാൽ ഇവിടെ സാധാരണക്കാരായ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമാണ്: ബിഗ് ബോസോ ലാലേട്ടനോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഷാനവാസിന് അറ്റാക്ക് ആണെന്ന്. ഷാനവാസിന് ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ടായി. അതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. കാരണം അവിടുത്തെ ഡോക്ടർമാരാണ് നിർദ്ദേശിക്കുന്നത് ഷാനവാസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, മറ്റ് വിശദമായുള്ള പരിശോധന വേണം. അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയതിനു ശേഷമാണ് തീരുമാനിച്ചത് അദ്ദേഹത്തെ അവിടെ അഡ്മിറ്റ് ചെയ്യണമെന്നൊക്കെ. അങ്ങനെയാണ് നമ്മളെ ബിഗ് ബോസ് ബോധ്യപ്പെടുത്തിയത്. എന്നാൽ പുറത്ത് നടക്കുന്നത് ഷാനവാസിന് അറ്റാക്ക് ആയിരുന്നു. ആ അറ്റാക്കായിരുന്ന വ്യക്തി എങ്ങനെ ഇപ്പോൾ തിരിച്ചു വന്നു? 2 ദിവസം കൊണ്ട് തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യം ഉണ്ടാക്കിയെടുക്കണം. എന്തിനു വേണ്ടി ഉണ്ടാക്കിയെടുക്കണം? അത് നാളെ തെളിയണം. ഷാനവാസിന് അറ്റാക്ക് അല്ലായിരുന്നു, അതൊരു അഭിനയമായിരുന്നു എന്ന് വരുത്തി തീർക്കണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനൊരു അറ്റാക്ക് ഇട്ടിട്ട് നാളെ പലരും അത് ചർച്ച ചെയ്തിട്ട് ഷാനവാസിനെ നെഗറ്റീവ് അടിപ്പിക്കണം. ഷാനവാസ് ഒരു ഷോനവാസ് ആണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കണം. ഒരു പക്ഷേ ഷാനവാസ് അത് ഷോ ആയിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ ഷാനവാസ് അവിടെ അഭിനയിച്ച് വീഴുകയായിരുന്നെങ്കിൽ അവിടെയുള്ള ഡോക്ടേഴ്സിനും ഷാനവാസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള ചെക്കപ്പിലും എല്ലാം അതിൻ്റെ റിസൾട്ട് വരും. അതിൽ നിന്ന് ബിഗ് ബോസിന് തന്നെ മനസ്സിലാവും ഷാനവാസ് ഷോനവാസ് ആയിരുന്നു, ഇല്ലെങ്കിൽ ഷാനവാസ് അഭിനയിച്ചായിരുന്നു എന്ന്. എന്നാൽ ലാലേട്ടൻ പറഞ്ഞൊരു വാക്യമുണ്ട്: നിങ്ങൾ എന്തുകൊണ്ട് വൈകിപ്പിച്ചു? ഷാനവാസ് ഏകദേശം 8 മിനിറ്റോളം അവിടെ കിടന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്ന് നല്ല അടിവരയിട്ട് നെവിനോട് ചോദിക്കുന്നുണ്ട്, അവിടുത്തെ മത്സരാർത്ഥികളോട് എല്ലാം ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ലാലേട്ടൻ അങ്ങനെ ചോദിക്കണമെങ്കിൽ ഷാനവാസിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ? അതാലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഷാനവാസിന് എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ആ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം പാലൊഴിച്ചതേ ഉള്ളൂ. ഷാനവാസിൻ്റെ ദേഹത്തോട്ട് പാലൊഴിച്ചതേ ഉള്ളൂ. നെവിനെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഒരു മത്സരാർത്ഥിയുടെ മുഖത്തോട്ടോ ശരീരത്തോട്ടോ പാലൊഴിക്കുന്നത് അത് ശരിയായുള്ള കാര്യമല്ല. ഫിസിക്കലി ഒരു അറ്റാക്കാണ് എന്ന് കരുതി ഷാനവാസിനെ കൊല്ലാൻ വേണ്ടിയൊന്നും നെവിൻ ചെയ്യില്ല. അത്രയ്ക്കും മോശമായിട്ടുള്ള വ്യക്തിയൊന്നുമല്ല നെവിൻ. പിന്നെ ആ ദേഷ്യത്തിൻ്റെ പുറത്ത് ഷാനവാസ് പാല് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ ആ പാക്കറ്റ് ഷാനവാസിൻ്റെ മുകളിലോട്ട് എറിയുന്നു. അതൊരു ഫെദർ ടച്ച് കണക്കാണെന്ന് നമ്മുടെ സാബുമോൻ തന്നെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ നെവിനെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ കഴിയത്തില്ല. അപ്പോഴാണ് പലരും ചോദിക്കുന്നത്, അപ്പോൾ ഷാനവാസ് അഭിനയിച്ചതാണോ? അങ്ങനൊരു ചിന്ത വരുന്നത്. എന്നാൽ അവിടെ ഷാനവാസിനും വ്യക്തമായിട്ടുള്ളൊരു മറുപടി ഇല്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഷാനവാസ് വിചാരിച്ചിരിക്കുന്നത് എന്തൊക്കെയോ തന്നെ എടുത്തെറിഞ്ഞു, അതിൻ്റെ ഫലം മൂലമാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്, ഇല്ലെങ്കിൽ നെഞ്ചുവേദന ഉണ്ടായത് എന്നാണ് ഷാനവാസ് വിചാരിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ആ സാഹചര്യത്തിൽ ഷാനവാസ് കുറച്ചു നേരം മുമ്പ് തന്നെ അഗ്രസീവ് ആയിരുന്നു. അവിടെയൊക്കെ ചിലപ്പോൾ അദ്ദേഹം ആ അഗ്രഷൻ്റെ പുറത്ത് അതൊന്നും മനസ്സിലാക്കാതിരുന്ന് ഈ പാലെടുത്ത് ദേഹത്തോട്ട് ഒഴിച്ചപ്പോഴും എന്തോ ഒരു വേദന അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിരുന്നിരിക്കണം. അതിൻ്റെ ഫലമായിട്ടായിരിക്കും അദ്ദേഹം വീണത്. അതൊരു പക്ഷേ പാല് പാക്കറ്റ് എടുത്ത് എറിഞ്ഞത് കൊണ്ടോ
ഒന്നും ആയിരിക്കണമെന്നില്ല. ആ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. ആ സിറ്റുവേഷൻ്റെ സമയത്ത് അദ്ദേഹം പാനിക്കായി, അദ്ദേഹം നിലത്ത് വീണു, ശ്വാസം കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു, വെള്ളം കുടിച്ചു. അപ്പോഴും ഷാനവാസ് വിചാരിച്ചിരിക്കുന്നത് എന്തോ എടുത്തെറിഞ്ഞത് കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്നാണ്. അവിടെ നെവിനെ ഒരു ക്രൂരനായിട്ടൊന്നും ആരും കാണേണ്ട ആവശ്യമില്ല. നെവിന് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ നെവിൻ എടുത്തെറിഞ്ഞ പാൽ പാക്കറ്റ് ഒരു ഫെദർ ടച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള സാവുമോൻ്റെ മൊഴിയിലാണ് ഷാനവാസ് പറയുന്നത് അല്ല, എന്തോ എടുത്തെറിഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് സംഭവിക്കുമോ എന്നുള്ള ഒരു ഉത്തരം വരുന്നത്. അവിടെ ഷാനവാസിന് തെറ്റുപറ്റി. ഒരു പക്ഷേ ഷാനവാസിനെ കുറ്റപ്പെടുത്തുന്നവരെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ കഴിയാത്തതും അതുകൊണ്ട് തന്നെയാണ്. ഷാനവാസ് തന്നെ വരുത്തി വെച്ചതാണ്. ഒരിക്കലും അങ്ങനെ പറയില്ലായിരുന്നു. കണ്ടിട്ടില്ലാത്തതും അറിയാത്തതുമായ ഒരു ആരോപണം നെവിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുതായിരുന്നു. അതാണ് അവിടെ ഷാനവാസ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഷാനവാസ് അവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട്, അവൻ എറിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിത് സംഭവിച്ചത്. അവൻ എന്തോ എടുത്തെറിഞ്ഞു, അതുകൊണ്ടല്ലേ എനിക്ക് സംഭവിച്ചത്. ആ ഒരു പോയിന്റ് അത് ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു പിഴവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും നെവിനെക്കുറിച്ച് അങ്ങനെ പറയലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഷാനവാസ് എയറിലോ ആയിരിക്കുന്നത്. ഒരു പക്ഷേ ഷാനവാസ് ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ, ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നെങ്കിൽ അത് സംഭവിച്ചു പോയതാണ്. ഷാനവാസിന് നല്ല ബോധമുള്ളതാണ്. അതുപോലെ തന്നെ ഷാനവാസിന് എന്തെങ്കിലും പറ്റണമെന്ന് കരുതിയല്ല നെവിൻ അത് ചെയ്തത്. അങ്ങനെയുള്ളപ്പോൾ അതെല്ലാം കഴിഞ്ഞു ലാലേട്ടൻ ശിക്ഷയും കൊടുത്തതിന് ശേഷവും വീണ്ടും അതിവിടെ സംസാരിച്ച് കുളമാക്കി വയ്ക്കുകയാണ് ഷാനവാസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ഷാനവാസ് പറയുന്നത് അപ്പോൾ കള്ളമായിരുന്നു, ഷാനവാസ് ഒരു ഷോനവാസായിട്ട് അഭിനയിക്കുമായിരുന്നു. ഈ 2 ദിവസം കൊണ്ട് എങ്ങനെ ഷാനവാസിന് ആ വേദന മാറി, ഇത്രയും പെട്ടെന്ന് സുഖപ്പെടുമോ എന്നുള്ള ചോദ്യം പലരും ചോദിക്കുന്നത്. അതൊരു പക്ഷേ ആളുകൾക്ക് സംശയം തോന്നാം. എനിക്കും തോന്നിയിരുന്നു, അത് വലിയൊരു ഫിസിക്കൽ അസാൾട്ടൊന്നും അല്ലല്ലോ, പിന്നെ എങ്ങനെ ഷാനവാസിന് നെഞ്ചുവേദന വന്നു, ഒരു ഭാരമുള്ള വസ്തുവൊന്നും അല്ലല്ലോ എടുത്തെറിഞ്ഞത് എന്നുള്ള തോട്ട് പ്രോസസ്സ് എല്ലാവർക്കും വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഷാനവാസിന് എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ്. അതുപോലെ തന്നെ ബിഗ് ബോസ് തന്നെയാണ് ഷാനവാസിനെ പരിശോധിക്കാൻ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവിടെ എന്തെങ്കിലും ഷാനവാസിൻ്റെ പേരിൽ ഇല്ലെങ്കിൽ ഷാനവാസ് അഭിനയിക്കുകയോ കള്ളത്തരം ഉണ്ടെങ്കിൽ അത് ബിഗ് ബോസ് എന്തായാലും പൊളിച്ചെടുക്കും. അതിനേറെ നല്ല രീതിയിൽ ചർച്ചയും വരുമായിരുന്നു. പക്ഷേ വീക്കെൻഡിൽ നമ്മൾ കണ്ടത് മറ്റൊന്നാണ്. ലാലേട്ടൻ കുടുംബാംഗങ്ങളോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഒരു മനുഷ്യനെ കൺഫെഷൻ റൂമിൽ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ 8 മിനിറ്റ് നേരം വൈകിപ്പിച്ചു, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് പറ്റിയാനേ എന്നുള്ള ചോദ്യമാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഷാനവാസിന് എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു, അതിനെയും വൈകിപ്പിച്ചിരുന്നെങ്കിൽ വഷളാകുമായിരുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ലാലേട്ടൻ്റെ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ ഉള്ളത്. അവിടെയാണ് അക്ബർ വരെ ഷാനവാസിൻ്റെ അടുത്ത് വന്ന് മാപ്പ് പറയുന്നത്. ഷാനവാസ് ഇക്ക, ഞാൻ ആദ്യം വിചാരിച്ചത് അങ്ങനെ ഡ്രാമയാണെന്നാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണ് തോന്നിയത്. കാരണം നെവിൻ എറിഞ്ഞത് അത്ര ഭാരമുള്ള വസ്തുവൊന്നും അല്ലായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ഷാനവാസൊക്കെ വീഴുകയും ചെയ്തു. ഞങ്ങൾക്ക് അഭിനയമാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് അഭിനയമാണ്, അവിടെ വീഴാൻ വേണ്ടി ഒന്നും നെവിൻ എടുത്തെറിഞ്ഞില്ല എന്ന രീതിയിൽ അവർ തെറ്റിദ്ധരിച്ചത്. എന്നാൽ അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തങ്ങൾക്ക് മനസ്സിലായത്. പിന്നീട് ഞങ്ങൾ ഓടി വന്നിരുന്നു. എന്നിരുന്നാലും ആദ്യം അങ്ങനെ പറഞ്ഞതിൽ ഞാൻ സോറി ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസിൻ്റെ അടുത്ത് അക്ബർ ക്ഷമയും ചോദിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഷാനവാസിന് എന്തൊക്കെയോ അസുഖങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവർ തന്നെ ഉറപ്പിക്കുകയായിരുന്നു. ഇനി ഇതിലും പോരാഞ്ഞിട്ട് ലാലേട്ടൻ്റെ കാര്യം എടുക്കുക. ഷാനവാസിന് എന്തെങ്കിലും കുഴപ്പമില്ലായിരുന്നെങ്കിൽ, അതായത് അഭിനയിക്കുകയാണെന്ന് തെളിഞ്ഞിരുന്നെങ്കിൽ, അതായത് ഡോക്ടർമാർ പറയുന്നു ഒരു കുഴപ്പമില്ല അഭിനയിക്കുകയാണെന്ന് തെളിഞ്ഞിരുന്നെങ്കിൽ ലാലേട്ടൻ നെവിന് ശിക്ഷ കൊടുക്കുമോ? ലാലേട്ടൻ എന്തുകൊണ്ട് ഇത്രയും വലിയ ശിക്ഷ നെവിന് കൊടുത്തു? നെവിൻ താങ്കൾ ചെയ്യുന്ന കോമഡികൾ പരിധി വിടുന്നു, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിധിക്കപ്പുറമാണ്, പല ആളുകളും നെവിനേരെ കംപ്ലൈൻറ്റുമായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാം വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. ഓരോ വ്യക്തിയെടുത്തും അതിനെക്കുറിച്ച് ഒപ്പീനിയൻ തേടുന്നുണ്ട്. അതിനുശേഷമാണ് നെവിൻ ചെയ്തത് തെറ്റാണെന്ന് ലാലേട്ടനും പറയുന്നത്, അതിനുള്ള ശിക്ഷ നെവിന് കൊടുക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ മണി ബോക്സിൻ്റെ വീക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ലാലേട്ടൻ നെവിന് കൊടുത്തൊരു പണിഷ്മെൻ്റാണ്, മണി ബോക്സ് എടുക്കാൻ താങ്കൾക്ക് കഴിയില്ല. അതായത് നെവിൻ മണി ബോക്സ് എടുക്കാൻ അനുവദിക്കുന്നതല്ല, അതിൻ്റെ ഉപയോഗം തനിക്ക് ലഭിക്കുന്നതല്ല എന്ന് ലാലേട്ടൻ അടിവരയിട്ട് പറയുന്നത്. ഇവിടെയൊക്കെ ബിഗ് ബോസ് തന്നെയാണ് നമുക്ക് തെളിവുകൾ തരുന്നത്. ഷാനവാസിന് എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു, അത് നെവിൻ ചെയ്തതുകൊണ്ട് മാത്രമാണ് എന്ന് പറയാൻ കഴിയില്ല. അതിന് സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് നെവിൻ ആയതുകൊണ്ടാണ് നെവിനെ ശിക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കുക, ഒരു ഫെദർ ടച്ച് അല്ലേ? അത് മാത്രമല്ല, ഒരു പാല് ഒരാളുടെ ദേഹത്തേക്ക് ഒഴിക്കുക അത് ശരിയായുള്ള കാര്യമല്ല, അതിന് പണിഷ്മെൻറ്റ് കൊടുക്കാം. ആ സാഹചര്യം അങ്ങനെ ആക്കിയത് കൊണ്ടും നെവിന് പണിഷ്മെൻറ്റ് കൊടുക്കാം. പക്ഷേ അതിന് ഇത്രത്തോളം വലിയൊരു ശിക്ഷ കൊടുക്കണമോ എന്നുള്ളതും ആലോചിക്കേണ്ടതുണ്ട്. അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ഇതിനു മുമ്പും ഇതിനേക്കാൾ വലിയ ഫിസിക്കൽ അസാൾട്ട് അവിടെ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഫിസിക്കൽ അസാൾട്ട് ചെയ്തതും ഷാനവാസ് തന്നെയാണ്. അതും മറച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ആരെയും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല.
ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഫിസിക്കലി അറ്റാക്ക് ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി അക്ബർ ആയാൽ തന്നെ ഷാനവാസ് ആയാൽ തന്നെ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും അദ്ദേഹത്തെ തളർത്തുന്ന രീതിയിലായിപ്പോയി. അത് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ വരെ എത്തിച്ചത് കൊണ്ടുമായിരിക്കണം അതിനുള്ള ശിക്ഷ കിട്ടിയത്. ഒരുപക്ഷെ ഷാനവാസിന് അവിടെ ശ്വാസം കിട്ടാതെ നിലത്തിരുന്നില്ലായിരുന്നെങ്കിൽ, ഹോസ്പിറ്റലിൽ പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഇത്രയും വലിയൊരു പണിഷ്മെൻറ്റ് നെവിന് കിട്ടത്തില്ലായിരുന്നു. ഇതിപ്പോൾ ബിഗ് ബോസിന് തീരാൻ 2 ആഴ്ചയേ ഉള്ളൂ. ആ ഒരാഴ്ചയിൽ നെവിന് ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിലേക്കാണ് ഗെയിം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അത് ബിഗ് ബോസിൻ്റെ തന്നെ ഒരു വീഴ്ചയായിട്ട് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. അവിടെ നെവിനും അത് തന്നെയാണ് പറയുന്നത്. എനിക്ക് മാത്രം ഈ ഒരു തെറ്റിന് ഇത്രയും വലിയ ശിക്ഷ ലഭിക്കണമായിരുന്നോ? എനിക്ക് പണത്തിന് അത്ര അത്യാവശ്യം ഉണ്ടായിരുന്നു. അത് ഞാൻ ആരോട് പറയും? ഞാൻ ഫൈനൽ 5-ൽ എത്തിയില്ലെങ്കിൽ ഞാൻ തീർത്തും ഒരു വേസ്റ്റായി പോവില്ലേ എന്നുള്ള സംഭാഷണമെല്ലാം പുറത്തു വന്നതുകൂടിയാണ് ആളുകൾ ഈ ഷാനവാസിൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. അതിനൊരു തിരികൊളുത്തി വെച്ചതും ഷാനവാസ് തന്നെയാണ്. ഷാനവാസിനെയും കുറ്റം പറയാതിരിക്കാൻ കഴിയില്ല. ഇന്നലത്തെ അന്തി ചർച്ചയിൽ ഷാനവാസിൻ്റെ വായിൽ നിന്ന് വന്നൊരു ഫൗളാണ്. നെവിൻ മറ്റെന്തൊക്കെയോ എടുത്തെറിഞ്ഞത് കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്. പാൽ പാക്കറ്റ് മാത്രമല്ല, മറ്റേതോ ഒരു വസ്തു എൻ്റെ നെഞ്ചത്തോട്ട് എടുത്തെറിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്നുള്ള ആ വാചകം അത് വേണ്ടായിരുന്നു. അതിപ്പോൾ ഷാനവാസിന് തന്നെ വിനയായിരിക്കുകയാണ്. അവിടെയൊക്കെ ചിന്തിക്കേണ്ടത് കഴിഞ്ഞുപോയ വിഷയമാണ്. അതവിടെ തീർത്ത് അദ്ദേഹം ക്ഷമയും ചോദിച്ച് അതെല്ലാം ഒത്തീർപ്പാക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് കുത്തിത്തെളിക്കണമെങ്കിൽ അത് മോശം പരിപാടിയെന്നേ പറയാൻ കഴിയത്തുള്ളൂ. ഇവിടെ ഇനി 2 ആഴ്ച മാത്രമേ ഉള്ളൂ ഷാനവാസിൻ്റെ കയ്യിൽ. അപ്പോൾ പുതിയ നല്ല കണ്ടന്റ് കൊടുക്കാതെ പഴയ ഈ കേസും പിടിച്ചുകൊണ്ട് വരുന്നത് പ്രേക്ഷകരായ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നില്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി എയറിൽ പോയിരിക്കുന്നതും. ഇവിടെയൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ രണ്ടുപേരും വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഇവരുടെയൊക്കെ പ്രവൃത്തി കൊണ്ടും ഇല്ലെങ്കിൽ വായ്ത്താളം കൊണ്ടും രണ്ടുപേരും എയറിലോട്ട് പോയിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. നെവിൻ്റെ കയ്യിലും കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ഷാനവാസിൻ്റെ സംസാരത്തിലും ചെറിയ പിശകുകളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 2 പേർക്കും ഈ സ്ഥിതി വന്നത്. ഒരാൾക്ക് മണി ബോക്സ് എടുക്കാനും പറ്റിയില്ല, മറ്റേ ആളിപ്പോൾ എയറിലോട്ട് പോവുകയും ചെയ്യുകയാണ്. എന്തായാലും ബിഗ് ബോസ് ഒരു കുടുംബ സീരിയൽ പോലെയൊക്കെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ആകെയുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഭക്ഷണത്തിലുള്ള അടി മാത്രമേ ഉള്ളൂ. അത് ആദ്യം മുതൽ ഇവിടെ വരെയും ഉള്ളത് കൊണ്ട് തന്നെ അതൊരു വലിയ കണ്ടൻറ്റായിട്ട് ജനങ്ങളിപ്പോൾ കാണുന്നുമില്ല. ഇനി എന്തായാലും പുതിയൊരു കണ്ടൻറ്റ് വരുമോയെന്ന് അറിയില്ല. പക്ഷേ ഷാനവാസ് ഇപ്പോൾ എയറിലാണ്. അത് സ്വയം വരുത്തി വെച്ചത് തന്നെയാണെന്നേ പറയാൻ കഴിയത്തുള്ളൂ. ഇതിന് മുമ്പേ സീക്രട്ട് ടാസ്ക് പോയത് മുതലാണ് ഷാനവാസിൻ്റെ ഗെയിമിൽ നിന്ന് മാറിപ്പോയത്. ഇല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ 7 കപ്പ് ഉയർത്താൻ ചാൻസ് ഉള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഷാനവാസ്. ഇനി കണ്ടു തന്നെ ആവണം എന്ത് സംഭവിക്കും എന്നുള്ളത്. അതോ നമ്മളറിയാത്ത എന്തെങ്കിലും വേറൊരു വശം ഉണ്ടോ എന്നും അറിയില്ല. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.